ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഇത് സ്പോൺസർഡ് വീഡിയോ ഒന്നുമല്ല. ഞാൻ കിച്ചണിലേക്ക് ആവശ്യമുള്ള കുറച്ച് കിച്ചൺ ടൂൾസും ബേക്കിംഗ് പ്രോഡക്ട്സും അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കൊറോണ കാലത്ത് ചെയ്യുന്ന പോലെ മാറ്റിവെക്കൽ സമയം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് സാധനമാണെങ്കിലും കുറച്ച് ദിവസം, ഒരു 4-5 ദിവസം മാറ്റി വെച്ചിട്ടേ അത് പാർസൽ തൊടാറുള്ളൂ. അപ്പോൾ അങ്ങനെ മാറ്റി വെച്ചിരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒരുമിച്ച് തുറന്ന് നോക്കാം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. പാക്കൊക്കെ ഓപ്പൺ ചെയ്യാനായിട്ട് ഒരു സിസേഴ്സും ഒരു കത്തിയും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതെന്താണ് സംഭവം? ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ട്. ബ്രെഡ് നൈഫും നൈഫ് സെറ്റ് വിത്ത് ചോപ്പിംഗ് ബോർഡ്. ചോപ്പിംഗ് ബോർഡും 3 നൈഫും കൂടെ ഉള്ളൊരു സെറ്റും പിന്നെ ബ്രെഡ് നൈഫും. അപ്പോൾ എൻ്റെ കയ്യിൽ ബ്രെഡ് നൈഫ് ഇല്ലായിരുന്നു, പ്രൊഫഷണൽ ബ്രെഡ് നൈഫ് എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ ബ്രെഡ് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ ലെയറിന് വേണ്ടി കട്ട് ചെയ്യുമ്പോഴൊക്കെ അത് ശരിക്കും ഒരു പ്രോപ്പറായിട്ട് കട്ട് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ബ്രെഡ് നൈഫ് ഓർഡർ ചെയ്തത്. പിന്നെ എൻ്റെ കയ്യിലുള്ള കട്ടിംഗ് ബോർഡും കുറച്ച് മോശമായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് കട്ടിംഗ് ബോർഡ്. ചെറുതാണ്. ഞങ്ങൾ സൈറ്റിൽ കണ്ടപ്പോൾ ഡയമെൻഷൻ അത്ര ശ്രദ്ധിച്ചില്ല. വലുതായിരിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ സാരമില്ല. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നേരിട്ട് വാങ്ങുന്ന പോലെ ഓൺലൈൻ ഷോപ്പിങ്ങിൽ നമുക്ക് പ്രോഡക്റ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. ഞാനിതിൻ്റെ ഒരു 2 മടങ്ങ് സൈസുള്ള കട്ടിംഗ് ബോർഡാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ കിട്ടിയത് ഇതാണ്. ഡയമെൻഷൻ ശ്രദ്ധിക്കണമായിരുന്നു. സാരമില്ല, നമുക്കിത് മതി. അപ്പോൾ ഇതാണ് കട്ടിംഗ് ബോർഡ്, വുഡൻ കട്ടിംഗ് ബോർഡ്. നല്ല കട്ടിയൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ സാധനം കാർട്ടിനിയുടെ 3 നൈഫുള്ള സെറ്റ്. അപ്പോൾ ഇതുമായിരുന്നു ഒരു സെറ്റ്. ഈ കട്ടിംഗ് ബോർഡും ഈ നൈഫ് സെറ്റുമായിരുന്നു ഒരു സെറ്റ്. പ്രൈസ് ഞാൻ ഓർഡർ ചെയ്തത് എനിക്ക് ഓർക്കുന്നില്ല. ഇതിനകത്ത് 440 ആണ് ഇട്ടേക്കുന്നത്, പക്ഷെ അതിനകത്ത് ഓഫറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് ബ്രെഡ് നൈഫ്. അപ്പോൾ ഇത് നീളമുള്ളത് കൊണ്ട്, ഇത് 10 ഇഞ്ചസിൻ്റെ ബ്രെഡ് നൈഫാണ്. നീളമുള്ളത് കൊണ്ട് നമുക്ക് ലെയേഴ്സ് കട്ടായി പോകാത്ത രീതിയിൽ കേക്കിൻ്റെ ലെയറോ അല്ലെങ്കിൽ ബ്രെഡൊക്കെ കട്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇതിൻ്റെ പ്രൈസ് 180. ഇതിനകത്ത് തന്നെയാണ് വിപ്പിംഗ് ക്രീം പൗഡർ. ഓക്കെ, ഞാൻ എപ്പോഴും വിപ്പിംഗ് ക്രീം പൗഡർ വാങ്ങുന്നത് 100 ഗ്രാം പാക്കറ്റൊക്കെ. ഞാൻ ഇപ്രാവശ്യം ഒരു 450 ഗ്രാമിൻ്റെ പാക്കറ്റ് അങ്ങ് വാങ്ങാമെന്ന് വിചാരിച്ചു. ഇത് കോസ്റ്റ് വൈസ് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആണ്. 450 ഗ്രാമിൻ്റെ പാക്കറ്റ് നമുക്ക് 375 ആണ് വരുന്നത്. അതേസമയം ഞാനിത് 50 ഗ്രാമിൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് 100 രൂപയാണ് വില. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 450 ഗ്രാമിൻ്റെ പാക്കറ്റ് എന്ന് പറയുമ്പോൾ ഇതിന് 9 ടൈംസ് 900 റുപ്പീസ്. ശരിക്കും പറഞ്ഞാൽ എത്ര ഡിഫറൻസ് ആണ് നമ്മൾ ചിന്തിച്ച് നോക്കണം. അപ്പോൾ ഇത് 50 ഗ്രാമിൻ്റെ 9 പാക്കറ്റ് വാങ്ങുമ്പോഴാണ് നമുക്ക് 450 ഗ്രാം ആവുന്നത്. അപ്പോൾ ഞാൻ ഒറ്റ അടിക്കങ്ങ് മേടിച്ചു. അപ്പോൾ എനിക്ക് 375 ആയിട്ടുള്ളൂ. ഇത് ഓരോരോ പാക്കറ്റായിട്ട് പല പ്രാവശ്യം നമ്മളിങ്ങനെ വാങ്ങുമ്പോൾ നമുക്ക് 900 റുപ്പീസ് ആയിട്ടുണ്ടാവും. ബേക്കേഴ്സ് വിപ്പ്. ഞാൻ ബ്രാൻഡൊന്നും ഇതാണ് നല്ലത് അതാണ് നല്ലതെന്ന് പറയുന്നില്ല, അത് യൂസ് ചെയ്തിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഞാൻ വാങ്ങുന്നത്. അടുത്ത ഇതെന്താണ് ഞാൻ ഓർഡർ ചെയ്തിരുന്നത്? ഓക്കെ, ഞാൻ കപ്പ് കേക്ക് ലൈനേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 50 പീസുള്ള മഫിൻ കേസ് സെറ്റാണിത്. അപ്പോൾ ഇതിൽ അസോർട്ടഡ് കളേഴ്സ് എന്നാണ് അതിൽ പറഞ്ഞിരുന്നത്, പക്ഷേ കിട്ടിയത് ഒരേ കളറാണ്. ഈ ബ്ലൂ ആൻഡ് വൈറ്റ് സ്ട്രൈപ്സ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അസോർട്ടഡ് കളേഴ്സ് ആയിരുന്നെങ്കിൽ ഇനിയും കുറച്ചും കൂടി നന്നായിരുന്നേനെന്ന് എനിക്ക് തോന്നുന്നു. ഇത് 50 കപ്പ് കേക്ക് ലൈനേഴ്സാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മഫിൻ മോൾഡിനകത്ത് വെക്കേണ്ട കാര്യമില്ല, നമ്മൾ വെറുതെ വെച്ചാൽ മതി, അത് സ്റ്റിഫായിട്ടിരുന്നതാണ്. നല്ല നീറ്റ് പാക്കിംഗ് ആണ് കേട്ടോ. നമ്മൾ ഡിസ്പോസബിൾ കേക്ക് ബേക്കിംഗ് മോൾഡ് കണ്ടിട്ടില്ലേ, അതുപോലെ കപ്പ് കേക്ക് ബേക്കിംഗ് മോൾഡാണിത്, കപ്പ് കേക്ക് ലൈനറാണിത്. പക്ഷേ ഇത് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. നമ്മൾ കപ്പ് പോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതിനകത്ത് ബാറ്റർ ഇട്ട് ഒരു ട്രേഡകത്ത് വെച്ചാൽ മതി.
നമുക്ക് മഫിൻ മോൾഡ് വേണമെന്ന് ആവശ്യമില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. നല്ല സ്റ്റേഡിയാണ്, നല്ല കട്ടിയുണ്ട് ഇതിന്. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കളറായിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ബർത്ത്ഡേ പാർട്ടി, തീം ബേസ്ഡ് ബർത്ത്ഡേ പാർട്ടിയൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഈ കൊറോണ കാലത്ത് അതൊന്നും ഇല്ല എങ്കിൽ പോലും പറയുകയാണ്, തീം ബേസ്ഡ് ബർത്ത്ഡേ പാർട്ടി പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ കാണുന്ന കളറായിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനു മുമ്പും എനിക്കിങ്ങനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീം ബേസ്ഡ് പാർട്ടി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നേരിട്ട് പോയി വാങ്ങുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, പാച്ച്മെൻറ്റ് പേപ്പർ. അപ്പോൾ ഇത് നമുക്ക് വരുന്നത്, അതായത് 20 മീറ്റേഴ്സിൻ്റെ റോള് നമുക്ക് 220 റുപ്പീസാണ്. അപ്പോൾ നമ്മൾ ഒരു ഷീറ്റായിട്ട് വാങ്ങുന്നതിനേക്കാളും ഇങ്ങനെ വാങ്ങുന്നതാണ് നമുക്ക് ഇക്കണോമിക്കൽ. ബേക്കിംഗ്, ലൈനിങ്, പിന്നെ ക്രാഫ്റ്റ് വർക്കിനൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ പാച്ച്മെൻറ്റ് പേപ്പർ ഒരു മസ്റ്റ് ഹാവ് ആണ്. നമ്മൾ ബേക്കിംഗ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ബട്ടർ പേപ്പറാണ്. ഓക്കെ, കുറേ നാൾ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കില്ല, വീട്ടിലെ ആവശ്യത്തിന് മാത്രം. അപ്പോൾ ഇത് കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു സ്പ്രിംഗ് മോൾഡാണ്. ചീസ് കേക്കും അങ്ങനത്തെ ചില എന്താ പറയുക, മൂസ് കേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് സാധാരണ ബേക്കിംഗ് മോൾഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. സ്പ്രിംഗ് മോൾഡ് തന്നെ വേണം. ക്ലിംഗ് ഫിലിമിൽ നല്ല നീറ്റായിട്ട് വളരെ ടൈറ്റായിട്ടുള്ള രീതിയിലാണ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് സ്പ്രിംഗ് മോൾഡ്. ലോക്ക് ചെയ്യാം, അൺലോക്ക് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ അൺലോക്ക് ചെയ്തിട്ട് ഈ സൈഡിലോട്ട് ആക്കിയിട്ട് ഇങ്ങനെ എടുക്കുന്നു. ശരിക്കും സാക്ടോൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആയിരുന്നു ഇത്. ടെഫ്ലോൺ മോൾഡാണ്, ടെഫ്ലോൺ ആണ് മെറ്റീരിയൽ. നല്ല സ്റ്റേഡി, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ലാച്ചാണ്. ഇതിൻ്റെ ബേസ് സംഭവം നല്ല രീതിയിൽ നല്ല തിക്കായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വില 299 ആയിരുന്നു. ഇത് ഒരു ഭയങ്കര പ്രൈസാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് വളരെ നോമിനൽ ആയിട്ടുള്ള ഒരു പ്രൈസാണ്. പിന്നെ ഇതിനേക്കാളും നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരുപാട് സ്പ്രിംഗ് മോൾസ് ഞാൻ കണ്ടിരുന്നു. 1000 റേഞ്ചിലൊക്കെ ഉണ്ട് സ്പ്രിംഗ് മോൾസും ഉണ്ട്. അടുത്ത എന്താ നോക്കാം. ഇത് നോസിൽസ് ആണ് എന്നെനിക്ക് തോന്നുന്നു സൈസ് കണ്ടിട്ട്. യെസ്. അപ്പോൾ നമുക്ക് നോസിൽസും പൈപ്പിംഗ് ബാഗ്സും വന്നിട്ടുണ്ട്. ഇത് വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല, 145 രൂപയുടെ ഒരു സെറ്റായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് തരത്തിലുള്ള നോസിൽസും പൈപ്പിംഗ് ബാഗ്സും കണ്ടിരുന്നു. നമ്മളങ്ങനെ ഭയങ്കര സീസൺഡ് ബേക്കിംഗ് ഒന്നും ചെയ്യാത്തത് കൊണ്ട്, പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ട് ഞാൻ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇങ്ങനൊരു പൈപ്പിംഗ് ബാഗ് വരുന്നുണ്ട്. ഇത്രയും നോസിൽസും നമുക്ക് വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം വല്ലപ്പോഴും ഐസിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനകത്ത് 15 പീസസ് ഉണ്ട്. പിന്നെ അത്യാവശ്യം എല്ലാ ഷേപ്സും വരുന്നുണ്ട്. നമുക്ക് ബേസിക് ആയിട്ട് ബേക്കിങ്ങിന് ആവശ്യമുള്ള നോസിൽസ് എല്ലാം കവർ ആവുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ ഒരു ബിസിനസ്സായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ കുറച്ചും കൂടി കാര്യമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വലിയ സെറ്റുകളും അവൈലബിൾ ആണ്. ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 145 നല്ലൊരു ഡീലായിട്ട് എനിക്ക് തോന്നി. അത്യാവശ്യം പല വേരിയേഷൻസിൽ തരുന്നുണ്ട്. അടുത്ത നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് കേക്ക് ലെവലർ പാലറ്റ് നൈഫ് ആണ്. അപ്പോൾ ഇത്രയും നാൾ ഞാൻ ചെയ്തിരുന്ന ഐസിങ് കേക്കിലൊക്കെ തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കേക്ക് ലെവലർ ഇതുപോലെ ഉണ്ടെങ്കിൽ നല്ല ഫിനിഷ്ഡ് ആയിട്ട് നമുക്ക് ഐസിങ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ഇതൊക്കെ പിന്നെ ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യാതെ എപ്പോൾ എക്സ്പ്ലോർ ചെയ്യാനല്ലേ.
അതുകൊണ്ട് ഈ സാധനവും ഒന്ന് ഓർഡർ ചെയ്തു. ഒരു ക്രേസ് ഒന്ന് ചെയ്ത് നോക്കണം എന്നൊരാഗ്രഹം. അപ്പോൾ ഇതിൻ്റെ ഒരു ഷേപ്പ്, ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ കേക്ക് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ വില എന്ന് പറയുന്നത് 199. ഇത് 10 ഇഞ്ചസിൻ്റെ പാലറ്റ് നൈഫാണ്, കേക്ക് ലെവലറാണ്. റോസാടെക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഞാൻ വാങ്ങിയത്. ഒരുപാട് ബ്രാൻഡുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ പ്രൈസിന് സൂട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ അവസാനത്തെ പ്രോഡക്റ്റ് ഇന്നത്തെ എന്ന് പറയുന്നത് കേക്ക് സെറ്റാണ്. അപ്പോൾ ഈ സെറ്റിൻ്റെ പ്രൈസ് ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ 299 ആയിരുന്നു. ചില സമയത്ത് ഓഫറൊക്കെ ഉണ്ടാവും, 10% ഡിസ്കൗണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ ഇത് 299 ആയിരുന്നു ഇതിൻ്റെ പ്രൈസ്. ഇത് നല്ല ഫാൻസി ആയിട്ടുള്ള ഹാൻഡിലുള്ള ഒരു നൈഫാണ്. പിന്നെ കേക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് കേക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷവലാണിത്. ഇതിന് മാച്ചിങ് ഹാൻഡിലാണ്. അപ്പോൾ ഈ സെറ്റ് എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 299 ആയിരുന്നു. അപ്പോൾ 299 ഇതൊരു നല്ല ഡീലായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ നമ്മുടെ കേക്ക് സെർവർ സെറ്റ്. അങ്ങനെ ഞാൻ ഈ പ്രാവശ്യം ഓർഡർ ചെയ്തിരുന്ന കിച്ചൺ എസെൻഷ്യൽസ് എല്ലാം തന്നെ അൺബോക്സ് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ കൂടെ അൺബോക്സ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു സന്തോഷം. അപ്പോൾ ഇതൊരു സ്പോൺസേർഡ് വീഡിയോ ഒന്നുമല്ല. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ ഓർഡർ ചെയ്തപ്പോൾ അത് കിട്ടിയ കൂട്ടത്തിൽ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ കൂടെ ഇത് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിൽ ഇല്ലാതിരുന്ന സംഭവങ്ങളാണ് ശരിക്കും. ബ്രെഡ് സിയറിങ് നൈഫോ അല്ലെങ്കിൽ കേക്ക് ലെവലറോ, കയ്യിലുണ്ടായിരുന്ന നൈഫിൻ്റെ സെറ്റൊക്കെ ഒത്തിരി പഴയതായി, അതിൻ്റെ ഷാർപ്നെസ്സൊക്കെ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ കാർട്ടണി കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. കാർട്ടണി നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. ട്രസ്റ്റഡ് ബ്രാൻഡാണെന്ന് തോന്നുന്നു. പിന്നെ എല്ലാ ബ്രാൻഡ്സും നല്ലതാണ്, അതായത് നല്ലതായിട്ടുള്ള കുറേ ബ്രാൻഡ്സ് ഉണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ കപ്പ് കേക്ക് ലൈനർ ഒരു മസ്റ്റ് ഐറ്റം ആയിരുന്നു. പിള്ളേർക്ക് വലിയ ഇഷ്ടമാണ് മഫിൻ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം നമുക്ക് മഫിൻ. പാർച്ച്മെൻറ്റ് പേപ്പർ, കട്ടിംഗ് ബോർഡ്, നോസിൽസ്, ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ ഒരു റെസിപ്പിയായിട്ട് കാണുന്നവരെ ബൈ.